ഡെലിവറിക്ക് ശേഷം ഡോക്ടർ എത്ര നാളത്തേക്ക് ഈ ബ്ലീഡിങ് കാണും, എപ്പോഴാണ് മെൻസസ് വരുന്നത്? സാധാരണയായിട്ട് ഇത് ഇൻഡിവിജ്വലായിട്ട് ഓരോ ഇൻഡിവിജ്വലിനും വേരിയേഷൻ ഉണ്ടാകും. നോർമലായിട്ട് ഒരു 6 വീക്സ് വരെ, 10 to 15 ഡേയ്സ് ചിലർക്ക് അപ് ടു 6 വീക്സ് വരെ ചെറിയ ചെറിയ ബ്ലീഡിങ് ഉണ്ടാകാം. ആ ബ്ലീഡിങ്ങിന് ശേഷം കുറച്ച് വെള്ളപ്പൊക്കം എന്ന് പറയും, ഡിസ്ചാർജ്, ലോക്യ എന്നാണ് ഞങ്ങളുടെ ടേം അതിന്, ലോക്യ എന്ന് പറയും. അതിന്റെ കളർ ആദ്യമേ റെഡ് ആയിരിക്കും, പിന്നെ അത് പിങ്ക് ആകും, പിന്നെ യെല്ലോ ആകും, പിന്നെ വൈറ്റ് ആകും. അത് ആ യൂട്രസിന്റെ അകത്തുള്ള ഉൾഭിത്തിയിലുള്ള ആ ചേഞ്ചസ്, ആ മെംബ്രെയിൻ പ്ലസന്റ് ബിറ്റ്സ് എല്ലാം പോയി ഇങ്ങനെ വരുന്നതാണ്. ഇറ്റ്സ് നോർമൽ ആണത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് സിവിയർ ബ്ലീഡിങ് ഉണ്ടാകുക, ക്ലോട്ട് ആയിട്ട് ബ്ലഡ് പോവുക, അല്ലെങ്കിൽ ഡിസ്ചാർജിന് ഫൗൾ സ്മെല്ലിങ് വരിക, കളർ മാറ്റം വരിക, ഈ പറഞ്ഞ കളർ അല്ലാത്ത കളർ മാറ്റം വരിക, അതിൻ്റെ കൂടെ പനി വരിക, അല്ലെങ്കിൽ പെയിൻ ഉണ്ടാകുക, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് വന്നാൽ അതിന് ഇൻഫെക്ഷൻ ഉണ്ടെന്നും യൂട്രസ് ചുരുങ്ങി ഓരോ ദിവസവും 1 സെന്റിമീറ്റർ വെച്ച് ചുരുങ്ങിയാണ് അത് നോർമൽ ആകുന്നത്. അത് ചുരുക്കത്തിന് ഇൻവല്യൂഷന് ശരിയല്ലെന്നും ഉള്ള ഒരു കാരണമാണ് ഇൻഫെക്ഷൻ അടിച്ചെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഡോക്ടറെ കണ്ടിട്ട് വേണ്ട പ്രതിവിധി നേടേണ്ടതാണ്.